ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു CrocheMama. ഇന്നത്തെ ടോപ്പിക്കാണ് സ്ലിപ്പ് നോട്ട്. ഞാനിവിടെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഈ കാണുന്നതാണ് സ്ലിപ്പ് നോട്ട്. ഇതാണ് ക്രോഷ്യയിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റിച്ചാണത്. സ്ലിപ്പ് നോട്ട് ഇടാൻ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതിന് മെയിൻലി 4 ഈസി മെത്തേഡാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ യാൺ എങ്ങനെയാണ് ഹോൾഡ് ചെയ്തതെന്ന് കറക്റ്റ് നോട്ട് ചെയ്യണം. ഇതിൽ 2 വിരലിലാണ് മെയിൻലി യൂസ് ചെയ്യണത്. ഇപ്പോൾ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഒരു എക്സ് മാർക്കും ബാക്കിലൊരു പാരലൽ ലൈനും വരണം. എന്നിട്ട് ക്രോഷ്യ ഹുക്ക് ഇതുപോലെ ഡൗൺ പൊസിഷനാക്കി പിടിച്ച് നമ്മൾ ഫസ്റ്റ് യാണിൻ്റെ താഴോടെ പോയി സെക്കൻഡ് യാണിനെ ഗ്രാബ് ചെയ്തെടുക്കണം. ഇങ്ങനെ വലിക്കുമ്പോൾ ഒരു നോട്ട് ഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഇതാണ് സ്ലിപ്പ് നോട്ട്. ഞാൻ വളരെ സ്ലോ ആക്കിയിട്ടാണ് കാണിക്കണത്. നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കണ്ടു നോക്കൂ. കണ്ടില്ലേ, ഇതുപോലെ ഒരു നോട്ട് ഫോം ചെയ്തത്. സെക്കൻഡ് മെത്തേഡ്, ഇതാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇതിന് ഒരു വിരൽ യൂസ് ചെയ്തിട്ട് ആ വിരലിൻ്റെ മേലെ ഇങ്ങനെ യാണൊന്ന് എക്സ് മാർക്ക് രീതിയിൽ റാപ്പ് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റത്തെ യാണിൻ്റെ അടിയിലൂടെ പോയി സെക്കൻഡ് യാണിനെ ഇതുപോലെ ഗ്രാബ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു നോട്ട് ഫോം ചെയ്യും. യെസ്, ഇതാണ് സ്ലിപ്പ് നോട്ട്. ഒന്നുകൂടി ഞാൻ സ്ലോ ആയി കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഇനി തേർഡ് മെത്തേഡ്. ഈയിടെയായിട്ടാണ് ചില ക്രോഷ്യേഴ്സ് ഞാൻ ഈ മെത്തേഡ് ചെയ്യുന്നത് കണ്ടത്. ഇത് എനിക്ക് നല്ല ഈസിയായി തോന്നി. പക്ഷേ ഞാൻ ഓൾറെഡി ഒരു മെത്തേഡ് ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് എനിക്ക് അതാണ് എപ്പോഴും വരുള്ളൂ. ഇതും നല്ല ഈസിയാണ്. യാണിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. എന്നിട്ട് നമ്മൾ ഹുക്ക് ഇൻവേർട്ടഡ് പൊസിഷനിൽ പിടിച്ചിട്ട് യാണിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. ഓക്കെ, യാണ് നല്ല ടൈറ്റാക്കി പിടിക്കണ്ട, കുറച്ച് ലൂസായി പിടിച്ചിട്ട് ഇതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ട്വിസ്റ്റ് ചെയ്ത ഭാഗം നമ്മൾ തം ഫിംഗർ വെച്ചിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് യാണിനെ ഇതുപോലെ ഉള്ളിലൂടെ കൊണ്ടുവരണം. യെസ്, സ്ലിപ്പ് നോട്ട് റെഡി. ഇത് നല്ല ഈസി ആയിട്ടുള്ള ടെക്നിക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇത് പഠിച്ചാലും മതി. ഫോർത്ത് വൺ, ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മൾ ക്രോഷ്യ ഹുക്ക് യൂസ് ചെയ്യാതെ ഇതുപോലെ കൈ കൊണ്ട് തന്നെ ഒരു നോട്ട് ഇടാം. നമ്മൾ സാധാരണ നോട്ട് തന്നെയാണ് സ്ലിപ്പ് നോട്ട് എന്ന് പറയണത്. ഞാൻ മെയിൻലി ഇതിൻ്റെ മുന്നുള്ള 3 മെത്തേഡ് ചൂസ് ചെയ്യാനാണ് സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം നമ്മളെല്ലാ പ്രൊജക്റ്റിനും ക്രോഷ്യ ഹുക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ സ്ലിപ്പ് നോട്ട് മാത്രം ഹുക്കില്ലാതെ ചെയ്യണമെന്നില്ലല്ലോ. മെയിൻലി ഇത് നിറ്റിംഗ് പ്രൊജക്റ്റിലാണ് സ്ലിപ്പ് നോട്ട് കൈ വെച്ചിട്ടിടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. മുന്നേ പഠിച്ച 3 മെത്തേഡ് ഏതെങ്കിലും ട്രൈ ചെയ്തിട്ട് അതിൽ ഈസി ആയി തോന്നിയത് നിങ്ങൾ യൂസ് ചെയ്യുക. അതന്നെ എല്ലാ മെത്തേഡിലും ഫോളോ ചെയ്യാൻ നോക്കുക.
ഇത് ഞാൻ സ്ലിപ്പ് നോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊജക്റ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ചസ് ഇടാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ആ നോട്ട് കറക്റ്റ് അവിടെ സെക്യൂറായിട്ട് നിൽക്കും, അത് ഊരി പോരൂല.